ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നാട്ടി CCL മലയാളത്തെ കുറിച്ച് കുറച്ച് പറയാമെന്ന് വിചാരിച്ചു. സോ ജസ്റ്റ് ലാസ്റ്റ് മന്ത് ആണ് ഞാനത് ക്ലിയർ ചെയ്തത്. സോ നാട്ടി CCL മലയാളം എന്താണ്? നാട്ടി CCL മലയാളം എന്നത് ഓസ്ട്രേലിയ നാറ്റി, ദാറ്റ് ഈസ് നാഷണൽ അക്രഡിറ്റേഷൻ അതോറിറ്റി ഫോർ ട്രാൻസ്ലേറ്റേഴ്സ് ആൻഡ് ഇന്റർപ്രിറ്റേഴ്സ് നടത്തുന്ന ഒരു ലാംഗ്വേജ് എക്സാം ആണ്. ഇതിൽ ബേസിക്കലി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളും മലയാളം സംസാരിക്കുന്ന ആളും തമ്മിലുള്ള കോൺവെർസേഷൻ തമ്മിൽ ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കാന്നാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ. സോ ഫോർ എക്സാമ്പിൾ, ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് പേഴ്സൺ പറയാണ് ഹലോ ഹൗ ആർ യു, അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയണം നമസ്കാരം, നിങ്ങൾക്ക് സുഖമാണോ? അത് മലയാളത്തിലുള്ള ആൾ റിപ്ലൈ ചെയ്യും അതെ എനിക്ക് സുഖമാണ്. അത് നമ്മൾ ഇംഗ്ലീഷിലുള്ള ആൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും യെസ് ഐ എം ഫൈൻ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ പോകുന്നത്. സോ ഓസ്ട്രേലിയയുടെ ഇമിഗ്രേഷൻ സിസ്റ്റം കൺട്രിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന സ്കില്ലിന് എക്സ്ട്രാ PR പോയിന്റ്സ് കൊടുക്കും. സോ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്കില്ലാണ്. നിങ്ങളിത് പാസ്സാകുമ്പം ഒരു ബൈലിംഗ്വൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇന്റർപ്രിട്ടേഷൻ സ്കില്ല് കിട്ടും. സോ അതിന് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ സിസ്റ്റം എക്സ്ട്രാ ആയിട്ട് 5 PR പോയിന്റ്സ് തരുന്നതാണ്. സോ ഇതിൽ തന്നെ ഒരു മോർ ദാൻ 50 കമ്മ്യൂണിറ്റി ലാംഗ്വേജസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ നിന്ന് തന്നെ മലയാളം, തെലുങ്കു, തമിഴ്, ഉറുദു, പഞ്ചാബി എക്സെട്ര ആയിട്ടുള്ള ലാംഗ്വേജസും പുറമേ നിന്നിട്ട് കൊറിയൻ, ജാപ്പനീസ്, സ്പാനിഷ്, ഫ്രഞ്ച്, ജർമ്മൻ എക്സെട്ര ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ലാംഗ്വേജസ് ഇൻക്ലൂഡഡ് ആണ്. നാട്ടി എക്സാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.nati.com.au ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. അതിൽ പോയിട്ട് അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഇമെയിൽ ID, പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ID പ്രൂഫ് ഇതൊക്കെ വെച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ പാസ്പോർട്ട്, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യണം. അതിൽ പോയിട്ട് CCL ലാംഗ്വേജ് മലയാളം, ഇംഗ്ലീഷ് ആയിട്ട് സെലക്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ടെസ്റ്റ് ഡേറ്റ് സെലക്ട് ചെയ്യണം. ടെസ്റ്റ് ഇസ് കണ്ടക്ടഡ് ഓൾമോസ്റ്റ് എവറി 2 weeks ഇൻ എ മന്ത്. അപ്പം നിങ്ങൾക്ക് ഒരു ഡേറ്റ് വേണമെങ്കിൽ തന്നെ അത് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. സോ ടെസ്റ്റ് ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ $814 ക്രെഡിറ്റ് കാർഡ് വഴി അടയ്ക്കണം. $814 കൺവേർട്സ് ടു ഓൾമോസ്റ്റ് 45,000 to 46,000 ഇന്ത്യൻ റുപ്പീസ്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ എമൗണ്ട് പറയാൻ പറ്റൂല, കാരണം എക്സ്ചേഞ്ച് റേറ്റ് ഓരോ ദിവസവും ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ. സോ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫർമേഷൻ ഇമെയിൽ വരുന്നതാണ്. എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. സോ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ ഇരുന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. എക്സാം 20 minutes ഡ്യൂറേഷനിലാണ് നടക്കുന്നത്. അതിൽ 2 ഡയലോഗ്സ് ഉണ്ടാവും. ഡയലോഗ്സ് മീൻസ് കോൺവെർസേഷൻ, ദാറ്റ് ഈസ് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് പേഴ്സൺ ഒരു മലയാളം സ്പീക്കിംഗ് പേഴ്സണും തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ടാവും. ഒരു ഡയലോഗ് ഓർ കോൺവെർസേഷനിൽ 10 to 15 sentences ഓർ സെഗ്മെന്റ്സ് ഉണ്ടാവും. നാട്ടിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ സ്കോർ ഒന്നും കിട്ടണ്ട. നിങ്ങൾ ജസ്റ്റ് പാസ്സായാലും നിങ്ങൾക്ക് PR പോയിന്റ്സ് 5 കിട്ടുന്നതാണ്. സോ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പാസ് മാർക്ക് ചെയ്യണം, കാരണം എനിക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് മലയാളം. ഞാൻ ജസ്റ്റ് 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. സോ ഞാൻ ജസ്റ്റ് പാസ്സാണ്. സോ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് 2-3 വീക്സിനുള്ളിൽ നിങ്ങൾക്ക് ഇമെയിൽ വരും, നിങ്ങളുടെ സ്കോറും വരും. പിന്നെ ഒരു ഇമെയിൽ നിങ്ങൾക്ക് PR പോയിന്റ്സ് 5 കിട്ടി എന്നുള്ള ആ ഒരു ഇമെയിൽ കൂടി വരും. സോ എക്സാം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിസ്റ്റർബൻസ് ഒന്നും കൂടാതെ ഒരു റൂം സെലക്ട് ചെയ്യണം. എന്നിട്ട് ഒരു ലാപ്ടോപ്പ് ഭയങ്കര കമ്പൽസറി ആണ്. എക്സാം തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് റൂം മൊത്തം വീഡിയോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഫോൺ ക്യാമറ നിങ്ങളെ കാണുന്ന രീതിയിൽ പ്ലേസ് ചെയ്യണം സൈഡിൽ. ബ്ലൂടൂത്തും ഹെഡ്ഫോൺസ് ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു റൂം ചൂസ് ചെയ്യണം. കാരണം എനിക്ക് എന്റെ ഫാനിന്റെ സൗണ്ട് ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് കേട്ടിട്ടില്ല, എന്നിട്ട് ഫാൻ ഓഫ് ആക്കേണ്ടി വന്നു. സോ എക്സാമിൽ ലൂസ് ആയിട്ടുള്ള A4 ഷീറ്റ്സ് ആൻഡ് 1 pen ഈസ് ഓൺലി അലൗഡ്. അത് നിങ്ങൾ കാണിച്ചു കൊടുക്കും വേണം ക്യാമറയിൽ എന്താണ് നിങ്ങളതിലുള്ളതെന്ന്. പിന്നെ പാസ്പോർട്ടും റെഡിയാക്കി വെക്കണം. എക്സാമിന്റെ മുന്നേ അവർ അത് ചോദിക്കും, അതും ക്യാമറയിൽ കൂടി കാണിക്കണം. സോ എക്സാം കംപ്ലീറ്റ്ലി മാനുവൽ ആണ്. സോ നാട്ടി എക്സാമിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. എക്സാം സെറ്റിംഗ് അപ്പം എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ ലിങ്കും ഞാൻ കൊടുക്കാം. അത് നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. സോ ഈ എക്സാം മെയിൻലി നിങ്ങളെ ലിസണിംഗ് സ്കില്ലും നോട്ട് ടേക്കിംഗ് സ്കില്ലും മെമ്മറി റീകോൾ സ്കില്ലും ആണ് അനലൈസ് ചെയ്യുന്നത്. ഒരു ഡയലോഗ് പറയുമ്പോൾ അത് പെട്ടെന്ന് ചെറിയ നോട്ടായിട്ട് എഴുതിയെടുത്തിട്ട് അത് പെട്ടെന്ന് തന്നെ 2-3 സെക്കൻഡിനുള്ളിൽ ഇന്റർപ്രറ്റ് ചെയ്യണം. അതിന് ഈ ഒരു 3 സ്കില്ല് ഭയങ്കര തറവായിരിക്കണം. അത് ഭയങ്കര ഡെയിലി ആയിട്ടുള്ള പ്രാക്ടീസിൽ അത് ആർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഐ വോണ്ട് സേ ദാറ്റ് ദി എക്സാം ഇസ് ടഫ്. പക്ഷെ അത് ഹാർഡ് വർക്ക് ചെയ്യാതെ കിട്ടൂല. കുറെ പേര് അത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഫെയിൽ ആവുന്നുണ്ട്. സോ പ്രാക്ടീസ് ക്യാൻ മേക്ക് എനിവൺ പാസ് ദിസ് എക്സാം. സോ ഐ ഹോപ്പ് ഞാൻ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നാട്ടിനെ പറ്റിയിട്ട് തന്നിട്ടുണ്ട്. സോ താങ്ക് യു ഓൾ. Until next video, goodbye.